ആവശ്യമുള്ള മെസ്സേജുകൾ കീപ്പ് ചെയ്യാനും ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവാനും വേണ്ടിയിട്ട് വാട്സപ്പ് അവതരിപ്പിക്കുന്ന ഒരു നല്ല ഫീച്ചറാണ് വാട്സപ്പിൻ്റെ ഡിസപ്പിയറിംഗ് മോഡ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇപ്പോക്സ് യൂട്യൂബ് ചാനലിൻ്റെ മെസ്സേജിൻ്റെ പ്രൊഫൈൽ പിക്ചറുണ്ട്. അടിഭാഗത്ത് വലത് സൈഡിലായിട്ട് ഒരു ടൈമറിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ടൈമറിൻ്റെ പിക്ചർ, ആ ടൈമറിൻ്റെ ഐക്കൺ എന്ന് സൂചിപ്പിക്കുന്നത് ഈ ഒരു മെസ്സേജിന് ഡിസപ്പിയറിംഗ് മെസ്സേജ് മോഡ് ഓപ്ഷൻ ഓൺ ആയിട്ടാണ് ഉള്ളതെന്നാണ് കാണിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ ഓൺ ആയിട്ടാണ് ഉള്ളതെങ്കിൽ, എന്നിട്ടാണ് നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നതെങ്കിൽ, ചിലപ്പോൾ അയാൾ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അയച്ച മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെസ്സേജ് മറ്റുമാണ് അയാൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ലൈഫിനെ തന്നെ പ്രോബ്ലമായി മാറിയേക്കാം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് നല്ലോണം മനസ്സിലാക്കി വെക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എങ്ങനെയാണ് ഡിസപ്പിയറിംഗ് മോഡ് ഓഫ് ആക്കുന്നതും ഓൺ ആക്കുന്നതും നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. മെസ്സേജ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് വലത് സൈഡിൽ മുകൾ ഭാഗത്തുള്ള 3 ഡോട്ട്സ് ഉണ്ട്, അതെന്താക്കുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ആ ബോക്സിലുള്ള ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ കാണിക്കുന്ന ബോക്സിൽ 24 മണിക്കൂർ 7 ദിവസം 90 ദിവസം ഓഫ് എന്ന് കാണിക്കും. ഇപ്പോൾ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓഫ് ആക്കാനാണെങ്കിൽ ഓഫ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മെസ്സേജുകളൊക്കെ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആവണം എന്നാണ് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. 90 ദിവസമാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണമെങ്കിൽ ഓഫാക്കി വെച്ചിട്ട് നമ്മൾ എന്താക്കുക, മെസ്സേജ് അയക്കാം കേട്ടോ. ഓണാക്കി വെക്കണമെങ്കിൽ അത് അതിൻ്റെ ടൈം ഡ്യൂറേഷനിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഓണായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീനിൽ ഓഫായതിൻ്റെയും ഓണായതിൻ്റെയും ഒക്കെ മെസ്സേജുകൾ വാട്സപ്പിൽ നിന്ന് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കണം. എല്ലാവർക്കും താങ്ക് യു.